എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ കടമ. കഴിഞ്ഞ കുറേ കാലങ്ങളോളമായി ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ. സാമ്രാജ്യത്വ ശക്തികൾ രൂപപ്പെടുത്തി വരുന്ന അജണ്ടകൾ, ആ അജണ്ടകളെ അവർ രൂപപ്പെടുന്ന അജണ്ടകൾക്കനുസരിച്ചുകൊണ്ട് ലോകം നീങ്ങണമെന്നുള്ള ലക്ഷ്യത്തെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ അലയടിച്ചു വരുന്നത് പശ്ചിമേഷ്യയിലാണ്. ആ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, പശ്ചിമേഷ്യ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ലോക പോലീസിംഗ് ചമയുന്ന അമേരിക്ക, അതുപോലെ തന്നെ കോളനികൾ അവസാനിച്ചിട്ടും ചെറു രാജ്യങ്ങളെ കോളനികളാക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ, ആ ഘട്ടത്തിൽ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച നടക്കുമ്പോൾ നമുക്ക് രണ്ട് വളരെ പ്രധാനപ്പെട്ട അതിഥികളെയാണ് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകമായി ഇവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. NP ചേക്കുട്ടി സാർ ചാനൽ ചർച്ചകളിൽ, മാധ്യമ മേഖലകളിൽ നമ്മളൊക്കെ ഇവരുടെ സംസാരങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട NP ചേക്കുട്ടി സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ അഷ്റഫ് വാളൂർ മാധ്യമ മേഖലയിൽ 15 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ, അദ്ദേഹത്തിനും ഒരു മുഖവരിയുടെ ആവശ്യമില്ല. ആദരണീയനായ ഡോക്ടർ അഷ്റഫ് വാളൂർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി, ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ആദരണീയനായ NP ചേക്കുട്ടി സാറിനെ ക്ഷണിച്ചോളൂ. എൻ്റെ സഹപാനലിസ്റ്റും സുഹൃത്തുമായ ഡോക്ടർ അഷ്റഫ് വാളൂർ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രമാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഘർഷ മേഖലയായിട്ട് തീർച്ചയായും ഇന്ന് നമ്മൾ കാണുന്നത് പശ്ചിമേഷ്യ തന്നെയാണ്. യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യ എന്തുകൊണ്ട് ലോകത്തെ സംഘർഷ മേഖലകളിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി മാറി എന്നത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. കാരണം മുൻകാലങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിരുന്നു. കൊറിയയിലെ സംഘർഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഘർഷ മേഖലയായിട്ട് വന്നിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷ മേഖല ഏത് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, അത് പശ്ചിമേഷ്യയാണ്. കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നോക്കുക. സിറിയയിൽ അസദ് ഭരണം 54 വർഷത്തിന് ശേഷം തകർന്നു വീണിരിക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേൽ 2 വർഷമായിട്ട് ഗസയിലെ ജനങ്ങൾക്ക് നേരെ വംശീയമായിട്ടുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലെബനനിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സായുധ സേനകൾ നിരന്തരമായി നടത്തിയ ആക്രമണം തൽക്കാലം ഒന്ന് വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ യമനിൽ പ്രശ്നങ്ങളുണ്ട്, ഇറാഖിൽ പ്രശ്നങ്ങളുണ്ട്. ഇറാനകത്ത് കടന്നു കയറി ഇറാനിലെ ഡമസ്കസ് എന്ന് ഇറാനിലെ തലസ്ഥാന ടെഹ്റാനിൽ ഇസ്രായേൽ ബോംബ് അയച്ചുകൊണ്ടാണ് ഹമാസിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ഇസ്മായിൽ ഹനിയെ അവിടെ വെച്ച് കൊന്നത്. ലോകരംഗത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഒരു രാഷ്ട്രപതി ഒരു വിമാനാപകടത്തിൽ മരിക്കുന്നു.
മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടി ലോകമെങ്ങുമുള്ള രാഷ്ട്രീയ നേതാക്കളെ, മതനേതാക്കളെ അവർ ക്ഷണിക്കുന്നു. അതിലൊരാളായ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ, ഹമാസ് എന്ന് പറയുന്ന ഗസയിൽ ദീർഘകാലം ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലവനെ, നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആളെ ടെഹ്റാനിൽ ഔദ്യോഗിക അതിഥിയായിട്ട് അദ്ദേഹം അവിടെ താമസിക്കുന്ന സമയത്താണ് എല്ലാവിധ ലോക മര്യാദകളെയും ലംഘിച്ചുകൊണ്ട്, എല്ലാവിധ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ബോംബിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. അപ്പൊ ഈ തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ ലോകസമാധാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അംഗീകരിക്കുന്ന എല്ലാവിധ തത്വങ്ങളെയും, എല്ലാവിധ അന്താരാഷ്ട്ര മര്യാദകളെയും, എല്ലാവിധ യുദ്ധമര്യാദകളെയും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അതിക്രമങ്ങൾ നടക്കുന്നത്. ജനീവ കൺവെൻഷൻ പോലെയുള്ള പ്രശസ്തമായ അന്താരാഷ്ട്ര മേഖലയിലുള്ള വളരെ അതിപ്രധാനമായിട്ടുള്ള കരാറുകളുണ്ട്. എങ്ങനെയാണ് യുദ്ധം നടത്തേണ്ടത്, എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഇടപെടേണ്ടത്, എങ്ങനെയാണ് യോദ്ധാക്കൾ പെരുമാറേണ്ടത്, യുദ്ധരംഗത്ത് എങ്ങനെ പെരുമാറണം, ഇത്തരം കാര്യങ്ങൾക്ക് സംബന്ധിച്ച് കഴിഞ്ഞ 70 വർഷങ്ങളായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ എഴുതിയുണ്ടാക്കി രേഖയാക്കി വെച്ചിട്ടുണ്ട്. ഈ രേഖകൾ ഉണ്ടാക്കുന്നതിൽ മുന്നണിയിൽ നിന്ന്, ഈ രേഖകൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമായിട്ടുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ന് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ഈ നിയമങ്ങളെ പൂർണ്ണമായിട്ട് ലംഘിക്കുന്നത്. ആ സമയത്തും ഐക്യരാഷ്ട്രസഭ പലതവണ പ്രമേയം പാസാക്കിയിട്ടും അതിനകത്ത് ആ പ്രമേയങ്ങൾക്ക് പുല്ലുവില പോലും കെടുക്കാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല. സെക്യൂരിറ്റി കൗൺസിലിലെ മഹാഭൂരിപക്ഷ രാജ്യങ്ങളും ഈ തരത്തിലുള്ള നിലപാടേക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ രാജ്യങ്ങൾക്കും ബാധകമായ, ലോകത്തെ എല്ലാ സംസ്കാര സമ്പന്നമായ രാജ്യങ്ങൾക്കും ബാധകമായ, ലോക സമൂഹത്തിന് ബാധകമായ യുദ്ധ നിയമങ്ങൾ ഇന്ന് പശ്ചിമേഷ്യയിൽ പരിപൂർണമായിട്ടും തൃണവൽഗണിക്കപ്പെടുന്നത്? ഇത് ചെറിയ സംഗതിയല്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ലോക കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ ജസ്റ്റിസ് കോർട്ട് ഏകിലുള്ളത്, ആ കോടതി ഇടപെടുന്നുണ്ട്. ആ കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് യുഗോസ്ലാവിയയിൽ ഉണ്ടായിരുന്ന മ്ലാഡിച്ചിനെ പോലുള്ള ആളുകൾ, മിലോസെവിച്ചിനെ പോലുള്ള ആളുകൾ അവരെ പിടിച്ചുകൊണ്ടുപോയി കോടതി വിചാരണ നടത്തി ശിക്ഷിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ കംബോഡിയയിൽ ഉണ്ടായിരുന്ന ഖമർ റൂഷ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അതിക്രമകാരികളെ, ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ റുവാൻഡ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊലപാതകങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ, ജനോസൈഡ്, അത് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ സമയത്ത് ലോക കോടതി വളരെ കൃത്യമായിട്ട് ഒരു വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആർക്കെതിരെ? ഈ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേരെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഇത് ഞങ്ങളുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്, ഇത് സയൻസിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്, ഇത് ജൂതർക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. മറ്റുള്ള ആളുകൾക്കും മതവും സമുദായമൊക്കെ ഉണ്ടല്ലോ, ലോകത്തെ മറ്റു പല സമുദായങ്ങൾക്കും അവരുടെ നേതാക്കളുണ്ടല്ലോ. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് പറയാൻ കഴിയും? എന്തുകൊണ്ട് ഈ തരത്തിലുള്ള അതിഭീകരമായ ക്രിമിനാലിറ്റി, ആഗോള രംഗത്തെ ക്രിമിനൽ നയങ്ങൾ നടപ്പിലാക്കിയിട്ടും ഒരു തരത്തിലും ഒരു ചെറുവിരൽ പോലും ലോകത്തിന് അവർക്കെതിരെ അനക്കാൻ കഴിയാത്തത്? ഇവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് ഈ കടുത്ത ഇരട്ട നീതി ഇസ്രായേലിന്റെ കാര്യത്തിൽ, ഈ കടുത്ത നീതി അംഗീകരിക്കാൻ, ഈ ഇരട്ട നീതി അംഗീകരിക്കാൻ അമേരിക്കയും ലോകത്തെ പ്രധാനപ്പെട്ട മുഴുവൻ രാജ്യങ്ങളും തയ്യാറാവുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ പശ്ചിമേഷ്യ എങ്ങോട്ട്, ലോകം എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം. കാരണം പശ്ചിമേഷ്യയിൽ നിന്ന് നടക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ലോകം എങ്ങോട്ടാണ് പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട മേഖലകളിൽ ഇന്ന് നടക്കുന്ന അതീവ ഗുരുതരമായ സംഘർഷങ്ങളാണ് യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്നത് പറയേണ്ടതായിട്ട് വരും. അത് ലോകത്തെ ധനകാര്യത്തിൻ്റെ, ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ, ലോകത്തിന് ഏറ്റവും വലിയ വിഭവങ്ങളുടെ മേലുള്ള അമിതമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഒന്നാമത്തത്. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം എന്ന് പറയുന്നത്,
ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന ഊർജ സ്രോതസ്സുകൾ തന്നെയാണ്. ആ ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള ആ ഊർജ സ്രോതസ്സുകളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള, ലോകത്തിന്റെ മേൽ രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും കടുത്ത ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളിൽ ചൈനയടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് സംഘർഷമുണ്ട്, റഷ്യയെ പോലുള്ള രാജ്യങ്ങളുമായി സംഘർഷമുണ്ട്, മറ്റു പല രാജ്യങ്ങളുമായി സംഘർഷമുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അടിസ്ഥാനപരമായി ലോകത്തിൻ്റെ മേൽ രാഷ്ട്രീയമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കാനുള്ള, ലോകത്തിൻ്റെ മേൽ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നിയോ കൊളോണിയൽ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൻ്റെ മേൽ അതിൻ്റെ സംസ്കാരത്തിൻ്റെ മേൽ, അതിൻ്റെ ചിന്തയുടെ മേൽ, അതിൻ്റെ മനോഭാവങ്ങളുടെ മേൽ, അതിൻ്റെ മേൽ ആധിപത്യം, ലോക മനസ്സിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു സാമ്രാജ്യത്വ ശ്രമം കൂടിയുണ്ട്. അത് ഹണ്ടിങ്ടനെ പോലുള്ള ആളുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഹണ്ടിങ്ടനെ പോലുള്ള ആളുകൾ തുറന്നു പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇന്നത്തെ ലോകത്തെ സമരം എന്ന് പറയുന്നത്, ഇന്നത്തെ ലോകത്തെ സംഘർഷങ്ങൾ എന്ന് പറയുന്നത്, ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് മാനസിക രംഗത്ത്, ചിന്തയുടെ ലോകത്ത്, ആശയങ്ങളുടെ ലോകത്താണ്. ദിസ് ഈസ് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ്. സംസ്കാരങ്ങളുടെ ഈ സങ്കരത്തിൽ പാശ്ചാത്യർ ഒരു ഭാഗത്തും പൗരസ്ത്യർ മറുഭാഗത്തുമായിട്ട് നിൽക്കുകയാണ്. പൗരസ്ത്യ സമൂഹങ്ങളിൽ ഏറ്റവും വലിയ എതിരാളികളായിട്ട് നിൽക്കുന്നത് ഇസ്ലാമിക സമൂഹം. അതുകൊണ്ട് ഇസ്ലാം തന്നെയാണ് ശത്രു എന്ന തരത്തിലുള്ള ഒരു പുതിയ സൈദ്ധാന്തികവൽക്കരണം കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാഖിന് നേരെ 2000 ആണ്ടിൽ ആരംഭിച്ച യുദ്ധത്തിന്റെ സമയത്ത് ഈ ബുഷ് സീനിയറിന്റെ കാലത്ത് അമേരിക്കൻ ആയുധശക്തി, അമേരിക്കൻ പട ഇറാഖിലേക്ക് മാർച്ച് ചെയ്ത സമയത്ത് അന്ന് അവർ എഴുതി വെച്ചത്, ദിസ് ഇസ് എ വാർ അഗൈൻസ്റ്റ് ടെറർ. നമ്മൾ ചരിത്രം മറക്കാൻ പാടില്ല. ദിസ് എ വാർ അഗൈൻസ്റ്റ് ടെറർ. ലോകത്തെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത്. ലോകത്തെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലോകത്തിന്റെ സംസ്കാരത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിന്റെ ഭീഷണിയാണ്. ആ ഭീഷണിയെ തകർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വളരെ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാഖിന് നേരെ അതിക്രമം നടത്തിയത്. അപ്പൊ ഈ നിലയിലുള്ള ലോകാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 മുക്കൂട്ട് ശ്രമങ്ങൾ, ഈ 3 ശ്രമങ്ങളുടെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, വിഭവങ്ങളുടെ മേലുള്ള ആധിപത്യം; 2, രാഷ്ട്രീയ ആധിപത്യത്തിന് വേണ്ടിയ ശ്രമങ്ങൾ; 3, സാംസ്കാരികമായി ചിന്താമണ്ഡലത്തിൽ, ആശയങ്ങളുടെ മണ്ഡലത്തിൽ ആധിപത്യം പിടിച്ചെടുക്കാനുള്ള സാമ്രാജ്യത്തിന്റെ ശ്രമം. ഈ 3 ശ്രമങ്ങളും യഥാർത്ഥത്തിൽ പരസ്പര ബന്ധിതമാണ്. ഈ 3 ശ്രമങ്ങളും യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷങ്ങൾ തന്നെയാണ്. കാരണം ഈ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്, ഈ യുദ്ധങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഈ യുദ്ധങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിൽ എന്ന് മുതലാണോ 15-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കപ്പലോട്ടം നടത്തിയത്? കിഴക്കുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ, പടിഞ്ഞാറുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ പോപ്പിന്റെ ലീഡർഷിപ്പിലാണ്, പോപ്പിന്റെ നിയന്ത്രണത്തിലാണ് അന്ന് ഈ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചകളുടെ ഭാഗമായി സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ തർക്കം, സ്പെയിനും പോർച്ചുഗലും തമ്മിൽ തർക്കം, ഈ ഫ്രാൻസും സ്പെയിനും തമ്മിൽ തർക്കം. ഈ തർക്കങ്ങൾ തീർക്കാൻ നേരിട്ട് ഇടപെട്ടിരുന്നത് യഥാർത്ഥത്തിൽ പോപ്പ് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആഗോള ആധിപത്യത്തിന് വേണ്ടിയുള്ള യൂറോപ്യൻ ശക്തികളുടെ ശ്രമത്തിന്റെ ഒരു ഭാഗം 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടുകൂടി, 2-ാം ലോക മഹായുദ്ധത്തോടുകൂടി അവസാനിക്കുകയാണ്. അന്നാണ് യഥാർത്ഥത്തിൽ ഈ കൊളോണിയലിസത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത്. കൊളോണിയൽ ആധിപത്യം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നത് ആ സമയത്താണ്. പക്ഷെ അപ്പോഴും അവരെന്ത് ചെയ്തു? ആ സമയത്ത് 2-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് 1917-18 കാലത്ത്, 1-ാം ലോക മഹായുദ്ധ കാലത്ത് റോത്ത്ഷൈൽഡ് പ്രഭു എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ജൂത പ്രമാണിക്ക്, ആഗോള ഫിനാൻസ് മൂലധനത്തിന് തലവനായിട്ടാണ് റോത്ത്ഷൈൽഡ് പ്രഭു. അവർക്ക് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഒരു ഉറപ്പ് കൊടുത്തു: നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് വേണ്ടത് രാജ്യമാണ്, ആ രാജ്യം ഞങ്ങൾ തരാം. എവിടെ? ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്നു. ഇവിടെ പശ്ചിമേഷ്യയിലെ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടെ കയ്യിലാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക സാമ്രാജ്യം തകർന്നു. അതിനുശേഷം ആ പ്രദേശങ്ങളിൽ ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ വന്നു. ആ പ്രദേശത്ത് നിന്ന് ആളുകളെ ആട്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ 45-ൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് പിന്നീട് ആ യുദ്ധങ്ങളിൽ ഇസ്രായേലിന് ഏറ്റവും വലിയ ശക്തിയും പിന്തുണയും നൽകിയതെങ്കിലും
ഈ തരം പ്രശ്നങ്ങൾക്ക് ലോക സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഗോള നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആദ്യമായിട്ട് മേൽക്കൈ കൊടുത്തത്, പിന്തുണ കൊടുത്തത്, അതിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് നീക്കിയത് ബ്രിട്ടനായിരുന്നു. കാരണം ബ്രിട്ടനായിരുന്നു അന്നത്തെ ലോകത്തെ ശക്തി. ആ തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഇസ്രായേൽ, ആ തരത്തിൽ മറ്റുള്ള ഒരു സമൂഹത്തെ, ഒരു ജനസമൂഹത്തെ പൂർണ്ണമായും ആട്ടിയോടിച്ചുകൊണ്ട് ഒരു രാജ്യമുണ്ടാക്കിയ സമയത്ത് ആ രാജ്യത്തിന് ലോക സമൂഹത്തിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഒരു ലെജിറ്റിമസിയും ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു ലെജിറ്റിമസിയും ഇല്ല. ലെജിറ്റിമസി ഇല്ല എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന രാജ്യം ഏതാണ്? ഇസ്രായേൽ തന്നെയാണ്. കാരണം തങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അവകാശമാണ് അവിടെയുള്ളത്? അവർക്ക് പറയാനുള്ള ഒരേ ഒരു അവകാശം, ഞങ്ങൾക്കിത് പിന്നെ ദൈവം നേരിട്ട് വാഗ്ദത്ത് പ്രോമിസ് ലാൻഡ്. അങ്ങനെ എത്ര പ്രോമിസ് ലാൻഡുകൾ ആർക്കൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ടാകും നമുക്കറിയുമോ? ദൈവമായിട്ട് നമുക്ക് വല്ല ബന്ധങ്ങളും വല്ലതും ഉണ്ടോ? അവരും ദൈവവും തമ്മിൽ എന്തൊക്കെ ഇടപാടുകളുണ്ട്. ഇവർക്ക് കച്ചിട്ട് കൊടുത്തെന്ന് അവർ പറയുന്നത്. എനിക്കും പറയാലോ, ഈ ഭൂമിയും ഈ ഏഷ്യ പ്രദേശങ്ങളൊക്കെ എൻ്റെ തറവാട്ടുകാർക്ക് പണ്ട് ദൈവം ഉറഞ്ഞു തുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തരാമെന്ന്. അങ്ങനെ ആർക്കും അവകാശപ്പെടാവുന്നതാണ്. ആ തരത്തിലുള്ള ലോകത്തെ ഒരു മനുഷ്യനും ഒരു സമൂഹത്തിനും ആ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. പക്ഷേ ഇസ്രായേലിന് പറ്റുന്നുണ്ട്. ഇസ്രായേലിന് പറ്റുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പ്രോമിസ്ഡ് ലാൻഡിൻ്റെ പൂർണ്ണമായ അവകാശി നിങ്ങളാണ് എന്ന് പറയാൻ ലോകത്തെ സാമ്രാജ്യത്വ ശക്തികളും. എന്താ കാരണം? ഇന്ന് ലോക സമൂഹത്തെ നിയന്ത്രിക്കാൻ, ഇന്ന് ലോകത്തിൻ്റെ വിഭവങ്ങൾ നിയന്ത്രിക്കാൻ, ഇന്ന് ലോകത്തിൻ്റെ പൂർണ്ണമായ ആധിപത്യം കൈയെടുക്കാൻ ഈ പ്രദേശത്ത് എതിർക്കുന്ന ശക്തികളെ തകർക്കാൻ ഇസ്രായേലിൻ്റെ സഹായം അവർക്ക് വേണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ലോകത്തെ എല്ലാ സമൂഹങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഒരു ബഹുമാനമുള്ള, പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള പ്രദേശമാണ് ജെറൂസലേം. ജെറൂസലേം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ, ഏതെങ്കിലും സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ല. അതൊരു ആഗോള സിറ്റിയാണ്. കാരണം എന്താണ്? ജൂതന്മാർക്ക് അതിനകത്ത് അവകാശമുണ്ട്, ജൂതന്മാർക്ക് അവിടെ പാരമ്പര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവിടെ അവകാശമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവിടെ പാരമ്പര്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് അവിടെ അവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് അവിടെ പാരമ്പര്യങ്ങളുണ്ട്. ഇങ്ങനെ ലോകത്തെ എല്ലാ പ്രധാന സംസ്കാരങ്ങൾക്കും വളരെ പ്രധാനമായിട്ടുള്ള ജെറൂസലേമിന് പോലും ഇസ്രായേലിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാക്കാൻ ആ എംബസി അങ്ങോട്ട് മാറ്റാൻ. ആക്ച്വലി 45 ഇസ്രായേൽ ഉണ്ടാക്കിയ സമയത്ത് ഈ ജെറൂസലേം എന്ന നഗരത്തെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് വേറെ ടെൽ അവീവ് എന്നൊരു തലസ്ഥാനം വേറെ കൊടുക്കേണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും ഇപ്പം അവരെന്ത് ചെയ്യുന്നു? ജെറൂസലേമേക്കിൽ നിങ്ങളുടെ എംബസി മാറ്റുന്നത് വഴി ജെറൂസലേം എന്ന് പറയുന്ന ഇസ്രായേലിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയാണ്. ആ നിലയിൽ ലോക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ലോകത്തിൻ്റെ ഒരു വലിയ മാരകമായ ഭീഷണിയായിട്ട്, ലോക സമൂഹത്തിനുള്ള ഒരു വലിയ മാരകമായ ഭീഷണിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതിനെതിരായിട്ടുള്ള സംഘർഷങ്ങൾ, എനിക്ക് അതിന് സമയമില്ല, അതിനെതിരായിട്ടുള്ള സംഘർഷങ്ങൾ ഇന്ന് ലോകമെങ്ങും വരുന്നുണ്ട്. അപ്പം നമ്മൾ കരുതും ഇതൊരു ഇസ്ലാമിക പ്രശ്നമല്ലേ, മുസ്ലിം രാജ്യങ്ങളുടെ പ്രശ്നമല്ലേ? അല്ല. കാരണം ലോകത്തിൻ്റെ വിഭവങ്ങളുടെ മേലുള്ള നിയന്ത്രണം എന്ന് പറയും മുസ്ലിങ്ങളുടെ മാത്രമുള്ള നിയന്ത്രണമല്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാത്തരം വിഭവങ്ങളുടെ മേലുള്ള നിയന്ത്രണമാണ് അവർ ആഗ്രഹിക്കുന്നത്. ലോകത്തെ എല്ലാ സമൂഹങ്ങളുടെയും പൂർണ്ണമായ നിയന്ത്രണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഇസ്ലാമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്ന് അവർ പറയുമ്പോഴും മറ്റു പല ലോക സമൂഹങ്ങളിൽ, ലോക സംസ്കാരങ്ങൾ, ലോക ചിന്തകൾ, അതിനെല്ലാം തകർത്താൽ മാത്രമേ പാശ്ചാത്യരുടെ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം, നിയോ കൊളോണിയൽ ആധിപത്യം വീണ്ടും ഭൂമിയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ 3 മേഖലകളിലുമുള്ള സംഘർഷങ്ങൾ, ഈ 3 മേഖലകളിലുള്ള യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകളെ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് യുക്രൈനിലെ യുദ്ധത്തെ പോലും, ഉക്രൈനിൽ റഷ്യ കടന്നാക്രമണം നടത്തുമ്പോൾ പോലും റഷ്യയുടെ കടന്നാക്രമണത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് ലോക സമൂഹത്തിനകത്ത് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എടുക്കുന്ന നിലപാടുകളോട് ലോകം അതിശക്തമായിട്ട് എതിർക്കുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം എന്ന് പറയുന്നത്, ഈ സമരങ്ങൾ എന്ന് പറയുന്നത്, ഈ സംഘർഷം എന്ന് പറയുന്നത് അറബികളുടെ മാത്രം പ്രശ്നമല്ല, ഗസക്കാരുടെ മാത്രം പ്രശ്നമല്ല, വെസ്റ്റ് ബാങ്കുകാരുടെ മാത്രം പ്രശ്നമല്ല, അറബികളുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തെ മുഴുവൻ സമൂഹത്തെ സംബന്ധിച്ചു അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ മേൽ, അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഐഡന്റിറ്റിയുടെ മേൽ, അവരുടെ വിഭവങ്ങളുടെ മേലുള്ള അവരുടെ ആധിപത്യത്തിന് മേൽ നടക്കുന്ന കയ്യേറ്റത്തിൻ്റെ ഭാഗമാണ്. ആ കയ്യേറ്റത്തെ സ്വാധീകരിക്കാൻ, ആ കയ്യേറ്റത്തെ നീതിവൽക്കരിക്കാൻ, ആ കയ്യേറ്റത്തിന് സാംസ്കാരികമായിട്ട് ചിന്താപരമായ അടിത്തറയൊരുക്കാൻ വളരെ ശക്തമായ ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫുക്കുയാമയെ പോലുള്ള പണ്ഡിതന്മാർ അത് വളരെ പരസ്യമായിട്ട് പറയുന്നുണ്ട്. എൻഡ് ഓഫ് ഹിസ്റ്ററി. എങ്ങനെ അമേരിക്കക്കാരും റഷ്യക്കാരും നമ്മളെ യുദ്ധം കഴിഞ്ഞാൽ യുദ്ധം തീർന്നു, അതുകൊണ്ട് ഇനി അമേരിക്കയാണ് ലോകാധിപതി, അതുകൊണ്ട് ചരിത്രത്തിൻ്റെ അവസാനമായി എന്ന് പറയാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുന്നത്?
പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്, ആ എൻഡ് ഓഫ് ഹിസ്റ്ററി മുതൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ വരെയുള്ള അവരുടെ ചിന്താപരമായിട്ടുള്ള വളർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പുതിയ ലോകത്തെ ഉണ്ടാക്കിയാൻ, പഴയ ലോകത്തെ പുതിയ മട്ടിൽ പുനഃസ്ഥാപിക്കാൻ, കൊളോണിയലിസത്തെ നിയോ കൊളോണിയലിസത്തിന്റെ രൂപത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ശ്രമങ്ങൾക്കെതിരായുള്ള സമരമാണ് യഥാർത്ഥം നടക്കുന്നത്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ലോകത്ത് നീതി ബാക്കിയുണ്ടെങ്കിൽ, ലോകത്ത് നീതി വിജയിക്കുമെങ്കിൽ പശ്ചിമേഷ്യയിൽ ഈ സമരം അവസാനം ഇസ്രായേലിൻ്റെ അന്ത്യത്തിലാണ് അവസാനിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തരത്തിലുള്ള കാര്യങ്ങൾ അധികം വൈകാതെ നടക്കും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് അടിത്തറയില്ലാത്ത ഒരു രാജ്യമാണ്, ഒരു തരത്തിലെ ലെജിറ്റിമസിയും ഇല്ലാത്ത രാജ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ തൂത്തെറിയുക എന്നുള്ളത് മാത്രമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോക സമാധാനം ഉറപ്പുവരുത്താനുള്ള ഒരേ ഒരു മാർഗം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിസങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ മേഖലയിലെ രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വിശദമായി ചെക്കുട്ടി സാർ ഇവിടെ അവതരിപ്പിച്ചു. വളരെ കുറച്ച് സമയം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ബോധപൂർവം എനിക്ക് സംസാരിക്കാൻ വേണ്ടി ചില ഭാഗങ്ങൾ ചെക്കുട്ടി സാർ വിട്ടിട്ടുണ്ട്. അത് പൂരിപ്പിക്കുക മാത്രമാണ് ഞാൻ ഈ സമയം കൊണ്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് പശ്ചിമേഷ്യ ലോകത്തെ ഏറ്റവും വലിയ സംഘർഷഭൂമിയാകുന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് മുമ്പിലുണ്ടാവും. എന്തുകൊണ്ട് യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കയിലോ ഏഷ്യയുടെ മറ്റു മേഖലകളിലോ നടക്കാത്ത രീതിയിലുള്ള സംഘർഷങ്ങളും അതിക്രമങ്ങളും അധിനിവേശവും പ്രതിരോധവും ഒക്കെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നു? അത് അവിടെയുള്ള ജനങ്ങളുടെ കുഴപ്പമാണോ, അവർ പിന്തുടരുന്ന വിശ്വാസത്തിൻ്റെ കുഴപ്പമാണോ, അവിടെയുള്ള ഭരണകൂടങ്ങളുടെ പ്രശ്നമാണോ എന്നിത്യാദി പലതരം ആലോചനകൾ നമുക്കുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് പശ്ചിമേഷ്യ സംഘർഷഭൂമിയാകുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പശ്ചിമേഷ്യ സംഘർഷഭൂമിയാകുന്നത് ഒന്ന് അതിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രത്യേകത കൊണ്ടാണ്. ഒന്ന് അതിൻ്റെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ കിടപ്പ്. രണ്ടാമത്തത് അതിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ, ലോകഭൂപടത്തിൽ പശ്ചിമേഷ്യയുടെ സ്ട്രാറ്റജിക് പൊസിഷൻ. മൂന്നാമത്തത് പശ്ചിമേഷ്യയുടെ സമ്പത്ത്, അല്ലെങ്കിൽ എണ്ണ സമ്പത്തോ അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു വിഷയം നാലാമതായി പറയുകയാണെങ്കിൽ ചെക്കുട്ടി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശയങ്ങളുടെ സംഘർഷം, അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ വാർ എന്ന ഒരു ഗണത്തിൽ വരുന്ന പ്രശ്നം. ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരാം. നോക്കൂ, നിങ്ങൾ പശ്ചിമേഷ്യയുടെ കിടപ്പ് ലോകത്ത് 8 കടലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈജിയൻ സീ, റെഡ് സീ, ബ്ലാക്ക് സീ, അറേബ്യൻ സീ, പിന്നെ ഗൾഫ് ഓഫ് ഏഡൻ തുടങ്ങിയുള്ള 8 കടലുകൾ, 3 ഭൂഖണ്ഡങ്ങളുടെ ഒരു സംഗമഭൂമി, ഒരു ട്രൈകോണ്ടിനെന്റൽ ജംഗ്ഷനിലാണ് പശ്ചിമേഷ്യയുള്ളത്. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒരു നിർണായക പൊസിഷനിലാണ് ഈ പശ്ചിമേഷ്യ, ഈ ഭൂപ്രദേശം കിടക്കുന്നത്. ഇപ്പോൾ ഇസ്താംബൂൾ എന്ന് പറയുന്ന നഗരം, ഇസ്താംബൂൾ എന്ന തുർക്കിയുടെ നഗരം തന്നെ കിടക്കുന്നത് യൂറോപ്പിലും ഏഷ്യയിലായിട്ടാണ്. ലോകത്ത് മറ്റൊരു നഗരവും അങ്ങനെ 2 ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്നില്ല. പശ്ചിമേഷ്യ എന്ന് വിശാലാർത്ഥത്തിൽ നാം പറയുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. അതിൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, ലിബിയ, ടുണീഷ്യ, മൊറോക്കോ തുടങ്ങിയ ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. പിന്നെ ഏതാണ്ട് യൂറോപ്പിലും ഏഷ്യയിലുമായി കിടക്കുന്ന തുർക്കിയുണ്ട്. ഈ വിശാലമായ ഭൂപ്രദേശത്തെ നമ്മൾ പശ്ചിമേഷ്യ എന്ന് വിളിക്കുന്നു. അത് വളരെ നിർണായകമായ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് അതിൻ്റെ കിടപ്പ്. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, ലോക വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പശ്ചിമേഷ്യ. സൂയസ് കനാലിലൂടെ മാത്രം ലോകത്ത് പിന്നെ കടൽ വഴിയുള്ള ലോക വ്യാപാരത്തിൻ്റെ ചരക്ക് നീക്കത്തിൻ്റെ 80% നടക്കുന്നത് സൂയസ് കനാൽ വഴിയാണ്. 80%. ലോകത്തുള്ള എണ്ണ സമ്പത്തിൻ്റെ 65% കിടക്കുന്നത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലാണ്. ലോകത്തുള്ള പ്രകൃതിവാതക സമ്പത്തിന്റെ 35% കിടക്കുന്നത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലാണ്. സ്വാഭാവികമായും സാമ്രാജ്യത്വ താല്പര്യങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണുവെച്ചിരിക്കുന്ന ഒരു പ്രദേശം ഈ മേഖലയാവും. കാരണം ഇന്ന് ലോകത്ത് നടക്കുന്ന സമരം വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഘർഷങ്ങൾ, ആധിപത്യം, ചുമ്മാ ഏതെങ്കിലും ഒരു പ്രദേശം, പ്രത്യേകിച്ച് കാര്യമില്ലാത്തൊരു ഭൗമ മേഖല ആരും അധിനിവേശം നടത്താൻ പോവില്ല. അവർക്ക് അധിനിവേശം നടത്തുന്നതിന് കൃത്യമായുള്ള റിട്ടേൺ വേണം. സ്വാഭാവികമായും മധ്യപൗരസ്ത്യ ദേശത്ത് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സാമ്രാജ്യത്വത്തിന്റെ കണ്ണുകളുണ്ടാകും. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മതങ്ങളുടെ പ്രധാനപ്പെട്ട സംഗമ കേന്ദ്രം, അല്ലെങ്കിൽ 3 മതങ്ങൾ തുല്യമായി അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശം ജെറുസലേം കിടപ്പുണ്ട്. ക്രിസ്ത്യാനികൾക്കും ജൂതായിസത്തിനും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശമാണ്. അത്തരത്തിലുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ എക്കാലത്തും എപ്പോഴും ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമോ സംഘർഷ കേന്ദ്രമോ ആയിരിക്കും. കാരണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാൽ ഉണ്ടാകുന്നതോ പശ്ചിമേഷ്യയിലെ ജനത ഉണ്ടാക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളോ അല്ല. ആ ആഭ്യന്തര സംഘർഷങ്ങളും അവിടെ നടക്കുന്ന കലഹങ്ങളും ഒക്കെ തന്നെ പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ
പലതരത്തിലുള്ള കളികളുടെ ഉപോൽപ്പന്നങ്ങൾ മാത്രമാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള സാമ്രാജ്യത്വ തന്ത്രങ്ങൾ ഉണ്ടാവും. അതിൽ അവിടെയുള്ള രാജഭരണങ്ങളോ അവിടെയുള്ള ഈ റിപ്പബ്ലിക്, ഇപ്പോൾ സിറിയ പോലുള്ള റിപ്പബ്ലിക്കൻ രാജ്യങ്ങളോ ഒക്കെ തന്നെ അതിൽ പെട്ടുപോകും, അവിടത്തുള്ള ജനതയും പെടും. അപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ ഒരു സംഘർഷങ്ങളുടെ ഒരു ഉപോൽപ്പന്നമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രധാനമായും ഉള്ളത് പലസ്തീൻ പ്രശ്നമാണ്. രണ്ടാമത് ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പിക് തീരുമാനിച്ചതിന് ശേഷം ഈ പശ്ചിമേഷ്യ എങ്ങോട്ട് എന്നുള്ള ഈ ചർച്ചാ വിഷയത്തെ കൂടുതൽ സംഗതമാക്കുന്നതും അല്ലെങ്കിൽ സമകാലിക പ്രസക്തമാക്കുന്ന രീതിയിൽ കഴിഞ്ഞ 8-ാം തീയതി അല്ലെങ്കിൽ ഈ മാസം 8-ാം തീയതി ബഷാർ അൽ അസദിന്റെ ഭരണം ഏതാണ്ട് 50 വർഷത്തിലേറെ നീണ്ട അസദ് ഭരണകൂടം സിറിയയിൽ തകർന്നു. സിറിയ വീണ്ടും ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകുന്നു. ഫലസ്തീനിൽ ഏതാണ്ട് 1-ാം ലോക മഹായുദ്ധാനന്തരം തുടങ്ങിയ സംഘർഷങ്ങൾ ഇന്നും അപരിഹാര്യമായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഈ പല ചർച്ചകളിൽ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ഗസയിൽ നടത്തുന്ന അതിക്രമങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത്? ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനുള്ളിൽ കടന്നു നടത്തിയ അതിക്രമത്തിന്റെ തുടർച്ചയല്ലേ? അതിനുള്ള റിറ്റാലിയേഷൻ അല്ലേ, തിരിച്ചടിയല്ലേ? സ്വാഭാവികമായും ആ രാജ്യത്തിന് അവരുടെ ദേശസുരക്ഷ പ്രധാനമല്ലേ, തിരിച്ചടി ഉണ്ടാകില്ലേ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒക്ടോബർ 17, 2023 മുതലല്ല പലസ്തീന പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും ചുരുങ്ങിയത് അത് ചരിത്രത്തോളം നീണ്ടുകിടക്കുന്ന വേരുകളുണ്ടെങ്കിൽ പോലും നമുക്ക് 1-ാം ലോക മഹായുദ്ധം മുതലെങ്കിലും അതിന് കൃത്യമായ ഒരു ക്രോണോളജി ഉണ്ട് ആ സംഘർഷങ്ങൾക്ക്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഒറ്റോമൻ സാമ്രാജ്യം തകരുകയും അവിടെ ആ മേഖലകളിലൊക്കെ തന്നെ ഫ്രാൻസും ബ്രിട്ടനുമായി പങ്കിട്ടെടുക്കുകയും 2-ാം ലോക മഹായുദ്ധഘട്ടത്തിലെത്തുമ്പോൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ബാൽഫർ ഡിക്ലറേഷനോടുകൂടി യുദ്ധം അവസാനിച്ചാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറകിടക്കുന്ന ജൂത സമൂഹങ്ങൾക്ക് ഒരു ഹോംലാൻഡ്, ഒരു ദേശരാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉറപ്പ് കൊടുക്കുകയും 1948 UN പ്രമേയം 181 നമ്പർ പ്രമേയപ്രകാരം ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ആ പ്രമേയപ്രകാരം എന്ന് പറയുന്നതിൽ പോലും തെറ്റുണ്ട്. 181 പ്രമേയം പറഞ്ഞത് ഈ സംഘർഷഭൂമി പലസ്തീൻ എന്ന് പറയുന്ന അവിടെ പലസ്തീൻ അറബികൾ താമസിച്ചുകൊണ്ടിരുന്ന ഭൂപ്രദേശം അന്ന് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കുടിയേറിയ ജൂതന്മാർ അവിടെ ഉണ്ട്. 1-ാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ 10% ജൂതന്മാരെ അവിടെ ഉള്ളൂ. ജനസംഖ്യ 10%. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങോട്ട് കുടിയേറ്റം നടക്കുകയാണ്. ഈ ഹിറ്റ്ലറുടെ കാലത്തൊക്കെ ഈ ജൂത വിരോധം യൂറോപ്പിലാകമാനം വ്യാപിച്ചൊരു ഘട്ടത്തിലാണ് ഈ ഒരു സേഫ് ഹെവൻ എന്ന നിലയിൽ യൂറോപ്പിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി സംഘടിതമായി കുടിയേറ്റം നടക്കുന്നത് ഫലസ്തീനിലേക്ക്. അന്ന് ആ ഘട്ടത്തിൽ പോലും ഇപ്പോൾ തിയോഡർ ഹെർസൽ സയനിസം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ഘട്ടത്തിൽ പോലും ഫലസ്തീനിലാണ് ഞങ്ങൾക്ക് ജൂതരാഷ്ട്രം, ഫലസ്തീനിൽ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നില്ല. അർജന്റീന അവരുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു. കെനിയ, ഉഗാണ്ടൻ മേഖലകളിൽ ഒരു രാജ്യം ഉണ്ടായാൽ മതി, കാരണം അവർക്ക് രാജ്യം വേണം, അത്രമേ ഉള്ളൂ. പക്ഷേ അത് ഫലസ്തീൻ എന്നുള്ള ഭൂമി, അതിന് ഇതാണ് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ രാജ്യം വേണമെന്നുള്ള ഒരു ഘട്ടം എത്തുന്നത് 2-ാം ലോക മഹായുദ്ധ ഘട്ടത്തിലാണ്. അങ്ങനെ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി കുടിയേറിയ ജൂതന്മാർ പിന്നെ അവിടെ തദ്ദേശീയരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായത്തോടു കൂടി. 1948 ഞാൻ പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്രസഭ ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു 2-ാം ലോക മഹായുദ്ധം വരെ. ഏതാണ്ട് 48, 47, 48 ആയപ്പോൾ ബ്രിട്ടൻ ഇത് കഴിഞ്ഞ് ഐക്യരാഷ്ട്രസഭയെ ഏൽപ്പിച്ചു, ഇനി നിങ്ങൾ എന്തോട് ചെയ്തോളൂ, ഇവിടെ ഈ പ്രശ്നം ഞങ്ങൾക്ക് ഇനി പരിഹരിക്കാൻ പറ്റില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ബ്രിട്ടന്റെ തല വലിക്കുന്ന കൂട്ടത്തിൽ ഫലസ്തീനിൽ നിന്നും വലിച്ചു. ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്തു? അതിന്റെ 181 നമ്പർ പ്രമേയ പ്രകാരം ഇത് 2 ജനവിഭാഗങ്ങൾക്കുമായി ഈ ഭൂപ്രദേശം പകുത്തു കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ വലിയൊരു അനീതി ഉണ്ടായിരുന്നു. അന്ന് അവിടെ ജീവിച്ചിരുന്ന 60% അറബ്സിന് 45% ഭൂമി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 40% വരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കുടിയേറി വന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് 60% ഭൂമി. അങ്ങനെയായിരുന്നു വിഭജനം. ഈ 55% ഭൂമി 45 അറബ് കമ്മ്യൂണിറ്റിക്കും 55 ജൂയിഷ് കമ്മ്യൂണിറ്റിക്കും. ആ 45-ൽ തന്നെ 3% ജെറുസലേമാണ്. അതൊരു ഇന്റർനാഷണൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കീഴിൽ ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ചു. അന്തർദേശീയ സമൂഹം അതിന്റെ ഭരണം നടത്തുമെന്നുള്ള ഒരു ധാരണയിൽ. ഇതുകൊണ്ട് തന്നെ ഇത് ഇൻജസ്റ്റിസ് ആണ് എന്ന് അറബ് രാജ്യങ്ങൾ അന്ന് പറഞ്ഞു. അങ്ങനെയാണ് 1948 1-ാം അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നത്. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും മറ്റ് സാമ്രാജ്യത്വ ശക്തികളുടെയും പിന്തുണയോടുകൂടി ഇസ്രായേൽ ആ യുദ്ധം വിജയിക്കുന്നു. 67-ൽ മറ്റൊരു യുദ്ധം ഉണ്ടാകുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യം 48-ൽ ജൂയിഷ് സ്റ്റേറ്റ് ഏകപക്ഷീയമായി ഇസ്രായേൽ യൂണിലാറ്ററലി ഡിക്ലെയർ ചെയ്യുകയാണ് അവരുടെ ദേശസ്ഥാപനം. ഇത് സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ 7.5 ലക്ഷത്തോളം ഫലസ്തീനികൾ അഭയാർത്ഥികളായി പല മേഖലകളിലേക്ക് ഓടിപ്പോകേണ്ടി വരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് തീവ്രവാദ സംഘങ്ങൾ ഭീകരമായി വേട്ടയാടി 15,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. 10,000-കണക്കിന് ഭവനങ്ങൾ അവർ കയ്യേറി. അന്ന് ആ ജൂയിഷ് തീവ്രവാദ സംഘടനയാണ് പിന്നീട് ഇസ്രായേലിന്റെ ഒഫീഷ്യൽ ആർമിയായി മാറുന്നത്. അതിന്റെ തലവനായിരുന്നു ആദ്യത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും. അങ്ങനെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇല്ലജിറ്റിമേറ്റായി, ലെജിറ്റിമസി ഇല്ലാതെ നിലവിൽ വന്ന രാജ്യമാണ് ഇസ്രായേൽ. എന്ന് മാത്രമല്ല, ലോകത്ത് ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തിലൂടെ നിലവിൽ വന്ന രൂപം കൊണ്ട ഒരേ ഒരു രാജ്യമാണ്.
ബാക്കി എല്ലാ രാജ്യങ്ങളും രൂപം കൊണ്ടതിന് ശേഷം ഐക്യരാഷ്ട്രസഭയിൽ അംഗത്തെടുത്തതാണ്. ഇസ്രായേൽ മാത്രമാണ് ലോകത്ത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിലൂടെ വന്ന ഒരേ ഒരു രാജ്യം. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയത് ഇസ്രായേലിനെതിരെയാണ്. ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്രസഭ പ്രമേയങ്ങൾ തള്ളിക്കളഞ്ഞ രാജ്യവും ഇസ്രായേലാണ്. എന്നിട്ടും എന്തുകൊണ്ട് അന്തർദേശീയ സമൂഹത്തിൽ ഇസ്രായേലിന് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതിന് ഉത്തരം. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് മാത്രമാണ്, 51ാമത് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് എല്ലാ അമേരിക്കൻ ഭരണാധികാരികളും ഞങ്ങൾ ഇസ്രായേലിന് സമ്പൂർണ്ണമായ സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു സംശയം, ഇത്രയും അറബ് രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ജീവിച്ചു പോകുന്നതെന്നാണ് ചിലർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം, ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് പലതും നമ്മുടെ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഈ കിങ്ഡംസും ഷെയ്ഖ്ഡംസും ഒക്കെ തന്നെ അമേരിക്കയുടെ പപ്പറ്റ് ഗവൺമെന്റുകളാണ്. ഇപ്പൊ സിറിയയിലും അതാണ് വരാൻ പോകുന്നത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഏറ്റവും അവസാനമായി പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരെ അവസാനമായി നിലകൊണ്ടിരുന്ന 3 രാജ്യങ്ങളായിരുന്നു സിറിയയും ലെബനനും ഇറാനും. ഇറാഖ് ഓഫ്കോഴ്സ് സദ്ദാം ഹുസൈൻ്റെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാഖ് അന്ന് വളരെ വികസിച്ച അറബ് നാഷണലിസത്തിൽ നിന്ന് ഊർജം കൊണ്ട് ഒരു സെക്യുലർ ഭരണകൂടം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തെ തകർത്ത് തരിപ്പണാക്കി. പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ഈ 3 രാജ്യങ്ങളാണ് ഇറാനും ലെബനനും സിറിയയും. അതിൽ നിങ്ങൾ നോക്കൂ, സിറിയയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. ആരാണ് അവിടെയുള്ള വിമതർക്ക് ആളും അർത്ഥവും നൽകിയത്? ഇസ്രായേലും അമേരിക്കയുമാണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായി വരുന്നു. അവിടെ ഒരു അമേരിക്കയുടെ താല്പര്യമുള്ള, ഇസ്രായേൽ താല്പര്യമുള്ള ഒരു പപ്പറ്റ് ഗവൺമെന്റ് ഉണ്ടാവും. ഇറാനിൽ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് നിരന്തരം ഇടപെടുന്നു. അതിൻ്റെ സോവറിനിറ്റി പരമാധികാരം പോലും മാനിക്കാതെ ഇറാനിനുള്ളിൽ കടന്ന് ആക്രമണം നടത്തുന്നു. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ എന്ന് പറഞ്ഞ് ബെയ്റൂത്തിൽ നിരന്തരം വ്യോമാക്രമണം നടത്തുന്നു. ആ ഗവൺമെന്റിനെ ഡിസ്റ്റബിലൈസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യയുടെ ഭാവി വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയാണ്. സിറിയയിൽ പ്രശ്നം, അവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന ഇറാഖിനെ പോലെ തന്നെ. ഇറാഖിൽ അമേരിക്കൻ അധിനിവേശ സൈന്യം പിൻവലിഞ്ഞതിനു ശേഷം വലിയ രൂക്ഷമായ ആഭ്യന്തര കലഹങ്ങളാണ് ഇറാഖിൽ നടന്നത്. ആ രാജ്യം തകർന്ന് തരിപ്പണായി. അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ നോക്കൂ, അധിനിവേശ സൈന്യം പിൻവലിച്ചതിനു ശേഷം രൂക്ഷമായ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോയി. ആ രാജ്യം തകർന്ന് തരിപ്പണമായി. ഇതേ അവസ്ഥ സിറിയക്ക് വരാൻ പോകുന്നു. ഇതേ അവസ്ഥ അടുത്തായി ലെബനനെ കാത്തിരിക്കുന്നു. അവസാനമായി ഇറാനെതിരെയും ഈ നീക്കം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള തിരിച്ചടിയായിരിക്കും അതിനുള്ള തിരിച്ചടി ഇറാൻ എങ്ങനെ നൽകുന്നു എന്നുള്ളതിനനുസരിച്ച് ഇരിക്കും ഒരുപക്ഷെ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭാവി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. 10 മിനിറ്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ചർച്ചയ്ക്കുള്ള 10 മിനിറ്റ് സമയമുണ്ട്. ആരോടാണ് ചോദിക്കുന്നതെന്ന് വിശദീകരിച്ചാൽ എളുപ്പമുണ്ടാവും. ചെക്കുട്ടി സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാറ് വിഷയാവതരണത്തിന് സൂചിപ്പിച്ചു, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന ഇസ്ലാമിക ശക്തികൾക്കെതിരെ, ഇസ്ലാമിക സംസ്കാരത്തിനെതിരായ കടന്നുമാറ്റമാണ് പശ്ചിമേഷ്യൻ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചു. പക്ഷേ നമ്മൾ ഇപ്പോൾ സിറിയയിലെ വിഷയം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ സിറിയയിൽ ഗസയിൽ ഹമാസിന് അനുകൂലമായിട്ടും ലബനാനിൽ ഹിസ്ബുള്ളക്ക് അനുകൂലമായിട്ടും നിലപാടെടുക്കുന്ന തുർക്കിയും അതേപോലെ തന്നെ ഇറാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാനും നേരെ സിറിയയിലേക്ക് വരുമ്പോൾ സിറിയയിൽ അവിടുത്തെ ജനവിരുദ്ധരായ ബസദ് സർക്കാരിനെതിരെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ പോരാട്ടത്തെ അടിച്ചമർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബൊളീവിയയിലും ചിലിയിലും അതേപോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഈ ഇസ്ലാമിക സംസ്കാരത്തിലുള്ള കടന്നുകയറ്റം എന്ന് പറയുമ്പോഴും ഈ ഇസ്ലാമിക രാജ്യങ്ങൾ സാമ്രാജ്യത്വ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പോരാട്ടം എന്ന് പറയാൻ കഴിയുക? ഇല്ലുള്ളൊരു പ്രശ്നം, ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാമും സാമ്രാജ്യത്വം പ്രൊജക്റ്റ് ചെയ്യുന്ന ഇസ്ലാമും രണ്ടാണ്. നമുക്കറിയാം മുസ്ലിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഹോമോജിനസ് സൊസൈറ്റി. എല്ലാം എല്ലാ തരത്തിലുള്ള യോജിപ്പുകളുള്ള ഒരു സമൂഹമല്ല ഇസ്ലാമിക സമൂഹം. വളരെ ഡൈവേർജൻ്റ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തതകളുള്ള, ആഫ്രിക്കയിൽ നിന്ന് നിങ്ങൾ ആഫ്രിക്ക മുതൽ ഇവിടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വരെയുള്ള ഇസ്ലാമിനെ നോക്കുക.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉള്ള ഒരു സംസ്കാരമോ രീതിയോ അല്ല അറബ് രാജ്യങ്ങളിലുള്ളത്. അറബ് രാജ്യങ്ങളിലുള്ള ഒരു സംസ്കാരമോ രീതിയോ അല്ല നമ്മുടെ മലബാർ അടക്കമുള്ള പ്രദേശങ്ങളിലുള്ളത്. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് ഇന്തോനേഷ്യ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒരു വിശാലമായ പ്രദേശത്ത് വളരെ വ്യത്യസ്തമായ സംസ്കാരവും രീതികളും ഒക്കെ ആർജിച്ചിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയാണ്, ഒരു സംസ്കാരമാണ്. പക്ഷേ ഇമ്പീരിയലിസം ഇതിനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായ പാറ്റേണിലൂടെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇമ്പീരിയലിസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ടകൾക്കനുസരിച്ച് അവരൊരു ഇസ്ലാമിനെ നിർമ്മിക്കുന്നുണ്ട്. ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ തങ്ങളുടെ സമരങ്ങൾക്ക്, തങ്ങളുടെ കയ്യേറ്റങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലെജിറ്റിമസി ഉണ്ടാക്കാൻ വേണ്ടി അവർ നിർമ്മിക്കുന്ന ഒരു ഇസ്ലാമിക കാരിക്കേച്ചറാണ് യഥാർത്ഥത്തിൽ ഈ ഹണ്ടിങ്ടൻ്റെയൊക്കെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഇസ്ലാം. കാരണം അങ്ങനെ ഒരു ഇസ്ലാം അങ്ങനെ ഇല്ല എന്ന് എഡ്വേർഡ് സയ്യിദിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഓറിയൻ്റലിസം പോലുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ഏറ്റവും നന്നായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായിട്ട് എഴുതിയിട്ടുള്ള ആൾ അതിനെ വളരെ അക്കാദമിക്കായിട്ട് വളരെ എന്താണ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സങ്കീർണതകൾ എന്തുകൊണ്ട് സാമ്രാജ്യത്വം ഇതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പ്ലേ ചെയ്യുന്നു എന്ന് ഏറ്റവും കൃത്യമായ ഭാഷയിൽ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു പണ്ഡിതനാണ് എഡ്വേർഡ് സയ്യിദ്. അദ്ദേഹം ഈ കവറിങ് ഇസ്ലാം എന്ന മറ്റൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം എന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഈ 3 പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇമ്പീരിയലിസം ഹാസ് ക്രിയേറ്റഡ് എ കൈൻഡ് ഓഫ് എൻ ഇമേജ് ഓഫ് ഇസ്ലാം വിച്ച് ഈസ് സ്യൂട്ടബിൾ ടു ദെയർ ഗ്ലോബൽ സ്ട്രാറ്റജീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഇസ്ലാമിസം എന്ന് പറയുന്നതിനെ പറ്റി പോലും നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. കാരണം പലതരത്തിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ സൃഷ്ടിയാണ്. ആരാണ് താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത്? താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആയുധം കൊടുത്തത് ആരാണ്? അപ്പം അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ താല്പര്യങ്ങളെ ചില സമയങ്ങളിൽ ചിലർ അതിനെ കടന്നു പോകുന്നു. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഇമ്പീരിയലിസത്തിൻ്റെ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ദീർഘകാല താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഈ നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഈ സംഭവിക്കുന്ന ഇറാഖിലെ സംഭവത്തിനകത്ത് അവരെടുക്കുന്ന നിലപാട്, നേരത്തെ അവർ അൽ ഖായിദയുടെ ഭാഗമായിട്ടിരുന്ന പ്രസ്ഥാനമാണ്. അൽ ഖായിദയുടെ പൊസിഷനിങ് ആക്ച്വലി ലോക മുസ്ലിങ്ങൾക്ക് വലിയ ദോഷം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അൽ ഖായിദ ഹാസ് ഡൺ ഇമ്മൻസ് ഡാമേജ് ടു ദ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഗ്ലോബൽ റെപ്യൂട്ടേഷൻ. കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അമേരിക്ക പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ഇമേജാണ് അൽ ഖായിദ ലോകത്തിന് നൽകിയത്. പക്ഷേ അതിൽ നിന്ന് അത് തങ്ങൾക്ക് ദോഷമാണ് എന്ന് മനസ്സിലാക്കി പല ആളുകളും പിന്നീട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയ കൂട്ടരാണ് ഈ HTS ഈ പറയുന്ന ഇപ്പോൾ സിറിയയിലുള്ള പ്രസ്ഥാനം. അവർ വളരെ കൃത്യമായിട്ടൊരു പൊസിഷനിലേക്ക് വരികയാണ്. അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് കുറേ കൂടി ഒരു ഇൻക്ലൂസീവായിട്ടുള്ള കൾച്ചറാണ് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ലോകം മുഴുക്കെ പൊതുവിൽ നോക്കിയാൽ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ ഈ ഇൻക്ലൂസീവ്നെസ് കാണാം. പക്ഷേ അങ്ങനെയല്ല. ദിസ് ഇസ് എൻ എക്സ്ക്ലൂസീവ് സൊസൈറ്റി, ദിസ് ഇസ് എ സൊസൈറ്റി വിച്ച് ഇസ് വയലൻറ്റ് എന്ന തരത്തിലൊരു പ്രചാരവേല നടത്തിയതും ആ പ്രചാരവേലയ്ക്ക് പരമാവധി ലെജിറ്റിമസി ഉണ്ടാക്കാൻ ശ്രമിച്ചതും അമേരിക്കയും അമേരിക്കൻ ഇമ്പീരിയലിസ്റ്റുകളും. അത് ഓറിയൻ്റലിസം എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഡ്വേർഡ് സയ്യിദ് ആർഗ്യൂ ചെയ്ത് വിശദമായി ലോകത്തെ ബോധ്യപ്പെടുത്തിയാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം അമേരിക്കയിൽ ട്രംപ് ആദ്യം തെരഞ്ഞെടുപ്പ് നിന്ന സമയത്ത് എന്താ പറഞ്ഞത്? നോ മുസ്ലിംസ് വിൽ ബി അലൗഡ് ടു എൻ്റർ ഇന്ത്യ. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് പറ്റുമോ? സൗദി അറേബ്യയിലെ രാജാവ് അല്ലെങ്കിൽ സൗദി അറേബ്യ ഭരണാധികാരികൾ, സൗദി അറേബ്യയിലെ അംബാസിഡർ അയാൾ മുസ്ലിം അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? എങ്ങനെ അമേരിക്കയിൽ കയറാതെ അവർക്ക് ഡിപ്ലോമസി നടത്താൻ കഴിയും? അപ്പം ആ തരത്തിൽ ഇതൊരു പ്രത്യേക തരത്തിൽ ലോകത്തെ ചിന്തിപ്പിക്കുന്ന, ലോകത്തിന് ഒരുതരം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന പ്രവൃത്തി ഇമ്പീരിയലിസം നടത്തുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് എന്താ പറയുക ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി, അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ നിലയിൽ ഈ ചർച്ചകൾ പ്രസക്തമാവും എന്ന് ഞാൻ കരുതുന്നു. അഷ്റഫ് ആഡ് ചെയ്യാൻ സമയപരിമിതി മൂലം അടുത്ത സെഷൻ തുടങ്ങണം. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ സെഷനിലേക്ക് നന്ദി പറയാൻ വേണ്ടി സഫീർ പുതിയോട്ടലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 3 ദിവസമായി നടക്കുന്ന കടത്തനാൾ ഫെസ്റ്റിവലിൻ്റെ പശ്ചിമേഷ്യ എങ്ങോട്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച മാധ്യമപ്രവർത്തകൻ ചേക്കുട്ടി സാറിനും
അഷറഫ് വാളൂരിനും പ്രിയ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് വേദിയിൽ അടുത്ത സെഷൻ മൈത്രിയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ശ്രീ സുനിൽ പി ഇളയിടം, ശ്രീ ശശികുമാർ പുറമേരി,